നമസ്തേ സുഹൃത്തുക്കളെ, കർമാസ്പിരസിയുടെ ആശയത്തെ പരിചയപ്പെടാം. ഇന്നത്തെ ലോകത്ത് തന്ത്രം എന്ന ആശയം പൊതുചർച്ചയിൽ പ്രാധാന്യം നേടുന്നു. രാഷ്ട്രീയ മാനിപ്പുലേഷനിൽ നിന്നും കോർപ്പറേറ്റ് ദുരുപയോഗത്തിലേക്ക്, ശക്തമായ വ്യക്തികളുടെയോ സംഘടനകളുടെയോ അടച്ച വാതിലുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ആളുകൾ സാധാരണയായി സാമൂഹ്യ പ്രശ്നങ്ങളെ ചിന്തിക്കുന്നു. ഈ തന്ത്രങ്ങൾ സാധാരണയായി രഹസ്യമായി രൂപകൽപ്പന ചെയ്യപ്പെടുന്നു. ചില എലിറ്റായ ബുദ്ധിമാനായ വ്യക്തികൾക്കു വേണ്ടി യോജിപ്പിക്കപ്പെടുന്നു. എന്നാൽ അവരുടെ സ്വാധീനം നിഷ്കളങ്കമായ സഹായഹീനമായ മാസസിൽ അനുഭവപ്പെടുന്നു. എന്നാൽ ഈ തന്ത്രത്തിന്റെ മനസ്സിലാക്കൽ അടിസ്ഥാനപരമായി തെറ്റായതാണെങ്കിൽ എന്താക്കും? തന്ത്രത്തിന്റെ ആശയം പുനർനിർമ്മിക്കാൻ ആവശ്യമാണ് എന്നതും. ഇവിടെ നാം നിങ്ങളെ കർമ്മസ്പിരസി എന്ന പദവുമായി പരിചയപ്പെടുത്തുന്നു. സാമൂഹ്യ പ്രശ്നങ്ങൾ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്നതിൽ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഇത്. കർമ്മസ്പിരസി നമ്മൾ പലപ്പോഴും സങ്കീർണതയായി കാണുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ വ്യക്തി സമാഹാര തരങ്ങളിൽ കർമ്മത്തിന്റെ വികാസമാണ് എന്ന മനസ്സിലാക്കലിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. ഈ കാഴ്ചപ്പാട് മാറ്റം സാമൂഹ്യ വെല്ലുവിളികളെ ഇരയാക്കലും സഹായഹീനതയും എന്ന ഫ്രെയിംവർക്കിൽ നിന്ന് ശക്തീകരണം, ഉത്തരവാദിത്വം, പ്രകാശനം എന്നിവയിലേക്ക് മാറ്റുന്നു. കർമ്മസ്പിരസി നമ്മൾ സങ്കീർണതവരായി കാണുന്ന കാര്യങ്ങൾ ചില ചതിക്കാരുടെ ഏകമായ രൂപകൽപ്പനയല്ല, മറിച്ച് സമാഹാര ബോധവും കർമ്മവും പ്രത്യക്ഷപ്പെടുന്നതാണ് എന്ന് വെളിപ്പെടുത്തുന്നു. ഈ അനുകൂലമല്ലാത്ത സംഭവങ്ങൾ കാലക്രമേണ വികാസം നേടുന്ന സാമൂഹ്യ കർമ്മങ്ങൾ രൂപപ്പെട്ട നമ്മുടെ സമാഹാര ചിന്തകൾ, ഉദ്ദേശങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. ഈ യാഥാർത്ഥ്യത്തിന്റെ ആശയം കർമ്മസ്പിരസിയുടെ ആശയത്തെ തുറക്കാൻ ശ്രമിക്കുന്നു. ഇത് ചരിത്രപരവും സമകാലീനമായ സംഭവങ്ങളിൽ എങ്ങനെ പ്രയോഗിക്കപ്പെടുന്നു എന്ന് വിശദീകരിക്കുന്നു. സാമൂഹിക വെല്ലുവിളികളെക്കുറിച്ച് കൂടുതൽ ആഴത്തെഴുന്നുള്ള ശക്തിപ്പെടുത്തുന്ന കാഴ്ചപ്പാട് നൽകുന്നത് എങ്ങനെ എന്ന് കാണിക്കുന്നു. ഈ ലോകദർശനത്തെ സ്വീകരിച്ച് നാം ഇരകളാക്കറിന്റെ കഥയെ മറികടത്തുകയും നാം നമ്മുടെ സമൂഹങ്ങളുടെ വിധിയെ രൂപപ്പെടുത്തുവാനുള്ള ശക്തി കൈവശമുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞേക്കാം.